കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ എന്ന് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും മുതിർന്നിട്ടുള്ള ആളുകൾ, ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയും യുവതികളെയും വിവാഹം കഴിക്കാൻ വേണ്ടി പലപ്പോഴും നിർബന്ധപൂർവ്വം വിവാഹം കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നവർക്ക് മറ്റൊന്നുമല്ല, അതായത് അവരുടെ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ സെക്ഷൽ നീഡ്സ് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഭൂരിഭാഗം പുരുഷന്മാർക്കും അവരുടെ അമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു അമ്മയെ വേണം. അപ്പോൾ ആ അമ്മയുടെ സ്ഥാനത്ത് ഒരാൾ വേണം. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്ത്രീകളും മക്കളെ എന്തിനാ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്വന്തം മകന് പോലും ഇപ്പോഴും ഇവിടെയുള്ള അമ്മമാരെല്ലാം അവരുടെ അണ്ടർവെയർ വാഷ് ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്തിന് മകന് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ സ്വന്തമായി വിളമ്പി കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി ചായ വയ്ക്കാനോ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനോ അറിയാത്ത യുവാക്കളെയാണ് ഞാനൊക്കെ പലപ്പോഴും എൻ്റെ ബന്ധു വീടുകളിലൊക്കെ കണ്ടു വളർന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനം, അതായത് അയ്യോ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആര് ചെയ്തു തരും എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നുണ്ടായിരിക്കുക. ശരിക്കും അവർക്ക് വിവാഹം കഴിക്കേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തികളാണെന്നില്ല. പിന്നെ വളരെയധികം പണമുള്ള മാതാപിതാക്കൾ ചിലപ്പോൾ മാനസികമോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വൈകല്യമുള്ള സ്വന്തം മകനെയോ മകളെയോ ഒക്കെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ അവൻ ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായാലോ, അവൻ്റെ കള്ളുകുടി നിർത്തിയാലോ പെണ്ണുകുടി നിർത്തിയാലോ അങ്ങനെ കുറേ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നിർത്തിയാലോ അല്ലെങ്കിൽ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വിവാഹം കഴിപ്പിക്കാറുണ്ട്. അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മാറില്ല എന്നുള്ളത് വാസ്തവം. അവൻ്റെ മാത്രമല്ല അവളുടെയും സ്വഭാവ ദൂഷ്യങ്ങൾ വിവാഹം കഴിച്ചാലും കഴിപ്പിച്ചിട്ടില്ലെങ്കിലും മാറുകയൊന്നുമില്ല. അതിലെ ഭൂരിഭാഗം വിവാഹം വളരെ വലിയ ദുരിതത്തിലാണ് നമ്മൾ കലാശിക്കുന്നത് കണ്ടിട്ടുള്ളത്.